ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ധന്യമായ ഒരു രാത്രി പ്രതീക്ഷിച്ചവർ അത്ര സംതൃപ്തരല്ലെന്നറിയാം. യെസ്, ഖത്തർ വേഴ്സസ് സ്വിറ്റ്സർലാൻഡ്. ഞാൻ വിചാരിച്ചു സ്വിറ്റ്സർലാൻഡ് ഖത്തറിനെ എടുത്തിട്ട് ഉടുക്കും, സ്വിസ് ബാങ്ക് നിറയ്ക്കാനാണ് അവരുടെ വരവ്. ഒന്നും സംഭവിച്ചില്ല. 16-ാം മിനിറ്റിൽ ഖത്തർ ഗോൾ കീപ്പർ പെനാൽറ്റി ബോക്സിൽ വെച്ച് സ്വിസ് താരത്തെ ഫോൾ ചെയ്യുന്നു. ആ കിട്ടിയ പെനാൽറ്റി എംബോളോ ഗോളാക്കുന്നു. അങ്ങനെ 1-0 അവർ ലീഡ് എടുക്കുന്നു. ആദ്യ 22 മിനിറ്റിൽ 2 യെല്ലോ കാർഡ്. അസാമാന്യ ഡോമിനേഷനുമായി സ്വിറ്റ്സർലാൻഡ് മുന്നേറുന്ന കാഴ്ചയാണ് കണ്ടത് ആദ്യ പകുതിയിൽ. ഖത്തർ ഒരുപക്ഷെ സ്ക്രീനിലേ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു കളിയായിരുന്നു സ്വിറ്റ്സർലാൻഡ് പുറത്തെടുത്തത്. എന്നാൽ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നു, സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്നു. സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ മത്സരം, പക്ഷെ അവിടെയാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അതെത്തിയത്. അതെ, ഖത്തർ അസാമാന്യ പോരാട്ട വീര്യം പുറത്തെടുക്കുന്നു. ശരിയാണ്, യൂറോപ്യൻ ടീമുകളോട് ഫൈറ്റ് ചെയ്യാനുള്ള ശേഷി ഞങ്ങൾക്കില്ല, പക്ഷെ ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും. ആ ഒരു രീതിയിൽ അവർ പോരാടുക തന്നെ ചെയ്തു. അവർ ഒടുവിൽ അർഹിച്ച ആ ഒരു സമനില ഗോൾ ഇഞ്ചുറി ടൈമിൽ നേടുന്നു. 1-1 സമനില. ചരിത്രത്തിൽ ആദ്യമായി ഫിഫ വേൾഡ് കപ്പിൽ അവർ ഒരു പോയിന്റ്, ഖത്തർ നാഷണൽ ടീം ഒരു പോയിന്റ് നേടുന്നു. തഹസിൻ മുഹമ്മദ് മലയാളികൾക്ക് അഭിമാനമായിക്കൊണ്ട് അവൻ സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിലുണ്ടായിരുന്നു. അവൻ വരുന്ന മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഇറങ്ങട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അടുത്ത മത്സരം ഏവരും കാത്തിരുന്ന ആ പോരാട്ടം തന്നെ, അത് ബ്രസീൽ വേഴ്സസ് മൊറോക്കോ. അഷ്റഫ് ഹക്കീമിയുടെ മൊറോക്കോയും കാർലോ ആൻസലോട്ടിയുടെ ബ്രസീലും. മികച്ച ലൈനപ്പുമായാണ് കാർലോ ആൻസലോട്ടിയും മുഹമ്മദ് ഒയാവിയും ഇറങ്ങിയത്. ഗോൾ കീപ്പർ ആൽസൺ ബക്കറും അതേപോലെ വിനീഷ്യസ് ജൂനിയറും റഫീനിയും എല്ലാവരും ഉണ്ടായിരുന്നു. അതുപോലെ മൊറോക്കോയ്ക്ക് വേണ്ടി അഷ്റഫ് ഹക്കീമിയും എല്ലാവരും ഉണ്ടായിരുന്നു. യാസീൻ ബോനോ. ഈ 2 ഗോൾ കീപ്പർമാരും നിർണായക പങ്ക് വഹിച്ചു എന്നതിൽ സംശയമൊന്നുമില്ല. ആ മത്സരം ഇങ്ങനെ പുരോഗമിക്ക് ഒരു ആധിപത്യം മൊറോക്കോയ്ക്ക് ഉണ്ടായിരുന്നു എന്നത് അക്ഷരാർത്ഥത്തിൽ സത്യം തന്നെയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു സമയത്ത് മൊറോക്കോ എല്ലാ രീതിയിലും ആധിപത്യം പുലർത്തും നമ്മൾ കണ്ടു. ആ കളിയുടെ ഒഴുക്കിനനുസരിച്ച് തന്നെ ആദ്യ ഗോളെത്തി. 21-ാം മിനിറ്റിൽ ഇസ്മായിൽ സബിയയിലൂടെ ആദ്യ ഗോൾ മൊറോക്കോ നേടുന്നു. അങ്ങനെ 1-0 എന്ന രീതിയിൽ ലീഡ് എടുക്കുന്നു. മൊറോക്കോ തന്നെ സ്റ്റിൽ മുന്നോട്ട് ഇങ്ങനെ പോകുന്ന വഴിക്കാണ് എൻ്റെ ടീമിനെ രക്ഷിക്കാൻ എനിക്കറിയാമെന്ന രീതിയിൽ 32-ാം മിനിറ്റിൽ ബ്രൂണോ ഗുയിമിറസിൻ്റെ അസിസ്റ്റിൽ നിന്ന് വിനി ജൂനിയറിൻ്റെ ഗോൾ എത്തുന്നു. അങ്ങനെ 1-1 സമനില. മത്സരം മുന്നോട്ട് പോകുന്നു. ആദ്യ പകുതിയിൽ ആദ്യ പകുതിയിൽ ഒരു ഗോളിന്ന് ഉറപ്പിച്ചൊരു ഷോട്ട് യാസീൻ ബോനോ തടഞ്ഞിടുന്ന നമ്മൾ കണ്ടു. അതിനുശേഷം ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നു. സെക്കൻഡ് ഹാഫിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അവസാന മിനിറ്റുകളിൽ അലിസൺ ബക്കർ ഒരു സേവ് നടത്തുന്നത് കണ്ടു മൊറോക്കോയുടെ. അങ്ങനെ ഒരു മൊറോക്കോയുടെ ഷോട്ടിനെ അലിസൺ ബക്കർ സേവ് ചെയ്യുന്നത് കണ്ടു. അങ്ങനെ സംഭവ ബഹുലമായ ഒരു മത്സരമായിരുന്നു. എന്തുകൊണ്ടും എന്തായാലും ബ്രസീൽ വേഴ്സസ് മൊറോക്കോ എന്തായാലും 2 മത്സരങ്ങൾ സമനിലയിൽ പിരിയുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നതിനായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ വരുന്നത് വരെ